അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. Sit down, sit down. ഇരിക്കേ. ഇല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞത്. അതൊന്നും സാരമില്ല. ഒരു അവലൂസ് ഉണ്ടോടെ കഴിക്കും, പല്ലിന് ബലം കിട്ടും. അപ്പൊ തുടങ്ങാല്ലേ? ഗസയിൽ നടക്കുന്ന വംശഹത്യയിൽ നിശബ്ദരായിരിക്കുന്ന മനുഷ്യകുലത്തിലെ ഓരോ വ്യക്തികളെയും ഞാൻ ഭയപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ച ഗ്രീറ്റ തുംബർഗിനെ പോലെ. ദേവൻ നിസ്സാരക്കാരനല്ല. ഒടുക്കം താൻ തലച്ചോറെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ചകിരിച്ചോറ് കൊലച്ചോറാകും പറഞ്ഞേക്കാം. ഗസയിൽ നടന്നത് വംശഹത്യ അല്ല എന്ന് പറയുന്ന ഏതൊരു മനുഷ്യരെയും ഭയപ്പോടോടുകൂടി മാത്രമേ നമുക്ക് നേർക്കാഴ്ചയിൽ കാണാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. ഗാസയില് വംശഹത്യയാണ് നടക്കുന്നത് എന്നുള്ളതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരെ ഭയക്കണം എന്നുള്ള ഒരു അഭിപ്രായമായിട്ടാണ് സഹസംവാദകൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. ഗസയിൽ വർഷിച്ചിട്ടുള്ള ബോംബുകളിൽ ആകമാനം മഹാഭൂരിപക്ഷവും വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചിട്ടുള്ള ബോംബുകളായിരുന്നു എന്നുള്ളത് മരിച്ച കുഞ്ഞുങ്ങളുടെ മുഖത്തു നിന്നും കണ്ടെടുത്ത വെള്ളപ്പൊടികളിൽ നിന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കുക. അദ്ദേഹം എന്തുകൊണ്ടാണ് ഗാസയിൽ വംശഹത്യ അല്ലെങ്കിൽ ജീനോസൈഡ് നടന്നത് എന്നുള്ളതിന്റെ തെളിവുകൾ മുന്നോട്ട് വെക്കുമെന്നാണ് ഞാൻ കരുതിയത്. അതിലാകെ പറഞ്ഞത് ഒരു വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചു. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? 2023 കേസാണ്. വൈറ്റ് ഫോസ്ഫറസ് ലീഗലി ബാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതേസമയം മനുഷ്യാവകാശ കമ്മീഷനൊക്കെ അതിൻ്റെ ഉപയോഗത്തെ അപലപിക്കുന്നുണ്ട്. IDF അത്തരം ഉപയോഗങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുള്ളതുമാണ്. ഈ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചതാണോ ഈ വംശഹത്യയുടെ തെളിവ് എന്നുള്ളത് അദ്ദേഹം പറയട്ടെ. അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. ഇന്ന് ഗസയിൽ നടന്നത്, ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നത് കൃത്യമായും ഒരു വംശഹത്യയാണ് എന്നുള്ളതാണ്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. അതിന് വൈറ്റ് ഫോസ്ഫറസിന്റെ ചരിത്രം പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയില്ല. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്നുള്ളതിന് ആയിരക്കണക്കിന് തെളിവുകൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്നാ ഒരു 2-3 പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലടാ കള്ള പരീക്ഷ. ആയിരക്കണക്കിന് തെളിവുകളാണ് അദ്ദേഹത്തിന്റെ ഉള്ളത്. അപ്പൊ ആയിരക്കണക്കിന് തെളിവുകളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് അതിനകത്ത് എടുത്തു വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആംനസ്റ്റി ഇന്റർനാഷണലും യുണൈറ്റഡ് നേഷൻസും ഒക്കെ ആവർത്തിച്ച് കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഒരു ജനസൈഡാണ് അല്ലെങ്കിൽ വംശഹത്യയാണ് ഗസയിൽ നടക്കുന്നതെന്ന് നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? എന്തുകൊണ്ടാണ് വംശഹത്യ ആണ് എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു UN അങ്ങനെ പറഞ്ഞിരിക്കുന്നു. UN അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആംനസ്റ്റി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആംനസ്റ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ICC അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇവരാരും പറഞ്ഞിട്ടില്ല. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. പറഞ്ഞു എന്ന് പറയുന്നത് ഒരു ജനോസൈഡ് സ്കോളേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘമാണ്. മറ്റൊന്ന് UN ഒരു കമ്മിറ്റി, ഒരു ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി. ഇത് രണ്ടിനെയും കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എത്ര അപഹാസ്യവും പരിഹാസ്യവുമാണ് ഈ 2 റിപ്പോർട്ടുകൾ എന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ചന്ദ്രനെ 2ആയിട്ട് മുറിച്ച് കീറി മനുഷ്യൻ ഒട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പ്രമേയം ഒരുപക്ഷെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പാസ്സാവില്ല, നിങ്ങളുടെ പഞ്ചായത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പാസ്സാവില്ല, ഒരുപക്ഷെ പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പാസ്സാവില്ല, പക്ഷേ UN അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പാസ്സാകാതിരിക്കാൻ തരമില്ല. പക്ഷേ അമ്മാതിരി പക്കാ കമ്മ്യൂണലിസം, കമ്മ്യൂണൽ പൊളിറ്റിക്സ് നിലവിലിരിക്കുന്ന നിർഭാഗ്യവശാൽ ഒരു രാജ്യാന്തര ബോഡിയാണ് UN. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി രക്ഷയില്ല, നമ്മൾ അവസാനം അടുത്തു. അതുകൊണ്ടാണ് ഈ UN-ൽ നിന്ന് ഗാസയ്ക്ക് അനുകൂലമായി പ്രമേയങ്ങൾ വരുന്നു എന്ന് പറയുന്നതിനകത്ത് ഉള്ള വസ്തുത അതാണ്. അത് വെച്ചുകൊണ്ട് ഇദ്ദേഹം ജനോസൈഡ് ആണെന്ന് തെളിയിക്കാൻ വെച്ചാൽ നടക്കില്ല. ഞാൻ ആരാ കേട്ടാ? യമനും സിറിയയും വംശഹത്യയുടെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ യുക്രൈനിൽ അല്ലെങ്കിൽ അലവൈറ്റ്സിന്റെ മരണം കൂട്ടക്കൊല വംശഹത്യ അല്ലെങ്കിൽ ഡ്രൂസിന്റെ കൂട്ടക്കൊല വംശഹത്യ അല്ലെങ്കിൽ ഒക്ടോബർ 7 നടന്ന വംശഹത്യ അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് താങ്കൾ ഗാസയ്ക്കുള്ളിൽ നടക്കുന്ന യുദ്ധക്കെടുതികളെ വംശഹത്യ എന്ന് വിളിക്കുന്നത്? എവിടെ പോവാ? ഞാൻ പ്രഷറിന് മരുന്ന് കഴിക്കാൻ മറന്നു, ഇപ്പഴാ ഓർത്തത്. അത് നന്നായില്ലേ? 1200 മനുഷ്യർ
കൊല്ലപ്പെടുകയും അതിൽ എത്രയോ മനുഷ്യർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത ആ വലിയ ദുരന്തത്തെ ദുരന്തമായി തന്നെ കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ നിലപാടുകളോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ആഹാരം കൊടുക്കാൻ, മരുന്ന് കൊടുക്കാൻ, മാറ്റി നിർത്തി രക്ഷിക്കാൻ, ഇതാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അത് നടക്കുന്നില്ല. കാര്യം എന്താണ്? ജനങ്ങൾ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് തങ്ങൾക്ക് ലിവറേജ് ആണെന്ന് കരുതി മനുഷ്യരെ ഹ്യൂമൻ ഷീൽഡായിട്ട് വെക്കുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് അവിടെ ഉള്ളത്. ആ ടെററിസ്റ്റ് ഓർഗനൈസേഷനോട് ചില കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. എന്താണ്? ഇനി അവർ പുകവലിക്കും, ഇദ്ദേഹം പുകവലിക്കില്ല, അങ്ങനെ വല്ലതാണോ എന്ന് എനിക്കറിയില്ല. അവിടെ എന്താ ഒരു പടക്കം പൊട്ടണ ശബ്ദം കേട്ടെ? പടക്കമല്ല സാർ, എന്റെ കരണം പൊട്ടിയ ശബ്ദം കേട്ടത്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. 2022 ഇസ്രായേൽസ് 55 years occupation constitute apartheid. അതൊരു വർണ്ണവെറിയൻ ഭരണകൂടമാണ് ഇസ്രായേലിൽ നിലനിൽക്കുന്നതെന്നും പലസ്തീൻ ജനതയെ വംശഹത്യ ചെയ്യുന്നു എന്നും ആ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നുണ്ട്. വംശഹത്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടുകളെല്ലാം നിങ്ങൾ കേട്ട് കാണും. എല്ലാം 2022, 2017, 2023 ആംനസ്റ്റി, ഹ്യൂമൻ റൈറ്റ് വാച്ച്. എന്നിട്ട് ഇദ്ദേഹം പറയുന്ന എല്ലാം വർണ്ണവിവേചനമാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അതിന്റെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട് വർണ്ണവിവേചനം മാത്രമല്ല വംശഹത്യയാണെന്ന്. വംശഹത്യ എന്ന് പറയുന്നത് ഇപ്പൊ ഗാസയിൽ നടന്ന ഒക്ടോബർ 7 റെസ്പോൺസ് എന്നുള്ള നിലയിൽ നടത്തിയതിനാണ് ഈ വംശഹത്യ അല്ലെങ്കിൽ ജീനോസൈഡ് എന്നുള്ള ഒരു സംഗതി വരുന്നത്. തിരിച്ചറിവ് നല്ലതാ. ഗസയിൽ ഒരുപക്ഷെ ഹമാസിന്റെ നിയന്ത്രണത്തിൽ ഹമാസ് ഒക്ടോബർ 7, 2023 നടത്തിയിട്ടുള്ള പ്രത്യാക്രമണത്തെ ഇതുകൊണ്ടൊന്നും ന്യായീകരിക്കാനാവില്ലെങ്കിൽ പോലും അവർ നടത്തിയത് ഒരു പ്രത്യാക്രമണമാണ്. അതൊരു തീവ്രവാദ സ്വഭാവത്തിൽ തന്നെയാണെങ്കിൽ പോലും അവർ നടത്തിയത് ഒരു പ്രത്യാക്രമണമാണ്. അതൊരു തീവ്രവാദ സ്വഭാവത്തിൽ തന്നെയാണെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പാകിസ്ഥാൻകാരനാണോ? പാണ്ടിക്കരിമ്പാറ പോലെയാണ് മോനെ. ആ പ്രത്യാക്രമണത്തെ പ്രത്യാക്രമണം എന്ന നിലയിൽ കാണുന്നതിനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. പ്രത്യാക്രമണമാണ് ഹമാസ് നടത്തിയത്, അതുകൊണ്ട് യോജിക്കുന്നില്ല. വാട്ട് അബൌട്ട് ഇസ്രായേൽസ് പ്രത്യാക്രമണം? അതൊരു പ്രത്യാക്രമണമല്ലേ? ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച. പ്രത്യാക്രമണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്രമണത്തിന് എതിരായിട്ട് നടത്തുന്നതിനാണ് പ്രത്യാക്രമണം എന്ന് പറയുന്നത്. അപ്പൊ ഹമാസിന്റെ പ്രത്യാക്രമണം ഓക്കെ ആണെങ്കിൽ ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിന് എന്താണ് പ്രശ്നം? ഹമാസ് ഇസ്രായേൽ കയറിയത് കൊല്ലാനാണ് മനുഷ്യരെ. ആരെ? ജൂതരെ. മുഹമ്മദിന്റെ വാക്ക് പാലിക്കാനാണ്. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുന്നേ സത്യം പറയുമെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ മരിക്കാൻ നേരത്ത് പോലും മുറുകെ പിടിച്ചിരുന്ന ജൂതവിരോധം, ക്രിസ്ത്യൻ വിരോധം. അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും മക്കൾക്ക് വെറുക്കേണ്ടത് ആരെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ആ വെറുപ്പിൽ കിടന്ന് തലമുറകൾ ഇനിയും ആളിക്കത്തും. ഞാൻ ചോദിക്കട്ടെ, ഈ ഇസ്രായേലില് മനുഷ്യരെല്ലാം ഓൾ ഓൺ എ സഡൻ മതം മാറാൻ തയ്യാറാവുകയാണ്. ദേ ആർ വില്ലിംഗ് ടു ബിക്കം ഇസ്ലാം. ഈ പ്രശ്നം വല്ലതും ഉണ്ടാവോ? ഹൂത്തികൾ മിസൈൽ വിടുവോ? ലെബനിൽ ഹിസ്ബുള്ള മിസൈൽ വിടുവോ? നാം യാർക്ക് എന്നെ തീങ്ക് ചെയ്തോ? നമുക്ക് മറ്റും ഏൻ ഇപ്പടിയെല്ലാം നടക്കുന്നത്? ഈ ബന്ദി കൈമാറ്റത്തോടനുബന്ധിച്ച് സ്വന്തം ജയിലിൽ നിന്ന് വിട്ട കുറ്റവാളികളായിട്ടുള്ള തടവുകാരുണ്ട്. അതിൽ ഒരാള്, നല്ല യോഗ്യനായ ഒരാള് ഗാസയിൽ ചെന്നു. ആരെ കാണാൻ? ഹമാസിനെ കാണാൻ, അല്ലേ? ബാക്കി പറ. ഹമാസ് ഭിത്തിയോട് ചേർത്ത് നിർത്തി തുളയിട്ട് കരിച്ചു കളഞ്ഞു. ശിവനേ, எனக்கு 3 விஷயம் ரொம்ப பிடிக்கும். 1 கொல்றது பிடிக்கும், 2 கொல்றது பிடிக்கும், 3 கொல்றது தான் பிடிக்கும். ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്. എന്താണ് അതിന്റെ വ്യത്യാസം? എന്തുകൊണ്ടാണ് യുക്രൈനിൽ നടക്കുന്ന വംശഹത്യ അല്ലാത്തത്? ഞാൻ ഇദ്ദേഹത്തോട് കുറെ വംശഹത്യ അല്ലാത്തതിന്റെ ചോദ്യം ചോദിച്ചു. അദ്ദേഹം മിണ്ടുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ് വംശഹത്യ അല്ലെന്ന് എങ്ങനെ പറയും? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ഇസ്രായേലിന് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് എന്തിനാണ് ആക്രമിക്കുന്നതിന് മുമ്പ് അവർ അറിയിപ്പ് കൊടുക്കുന്നത്? എന്തിനാണ് അവർ മെസ്സേജ് അയക്കുന്നത്? അവരത് പ്രതിരോധിക്കുകയും ചെയ്യും. സ്വന്തം യുദ്ധരഹസ്യങ്ങൾ പോലും തങ്ങളെ എവിടെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് പോലും മുൻകൂട്ടി പറഞ്ഞ്. ഇതേതാണ്ട് എലിക്കണിയിൽ സുനവെട്ടതുപോലെ സുനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഇല്ല, പിന്നെ ബെനു ഖുറൈലയുടെ കാര്യം ഞാൻ പറഞ്ഞു. ബെനു ഖുറൈല തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ എങ്ങനെയാണ് ഗാസയിൽ നടക്കുന്ന യുദ്ധം തെറ്റാകുന്നത്?
വൈറ്റ് ഫോസ്ഫറസിലാണ് തുടങ്ങിയത് വംശഹത്യ പറയാനായിട്ട്. പിന്നെ അപ്പാർത്തൈഡിലോട്ട് പോയി. പിന്നെ 21-ലെയും 17-ലെയും 18-ലെയും 22-ലെയും 23-ലെയും റിപ്പോർട്ട് ഉദ്ധരിച്ചു. എന്തിനു വേണ്ടി? ഈ ഗാസയിൽ നടക്കുന്ന വംശഹത്യാണെന്ന് കാണിക്കാൻ. ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? എന്തായാലും കൂട്ടത്തോടെ ഇത്രയും ദൂരം വന്നതല്ലേ, വെറും കൈയോടെ പോണ മാനക്കേട് തന്നെ. ഇഞ്ഞാട്ടിക്കടാ, വലത്താട്ടിക്കടാ, പന്നി.